ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആഘോഷത്തിൻ്റെ ആത്മീയതയുടെ ഒരു ക്രിസ്മസിലേക്ക് നാം പ്രവേശിക്കുന്നു. കാത്തിരിപ്പുകൾക്കൊക്കെ കാരണങ്ങളുണ്ടാവുന്നുണ്ട്. പ്രതീക്ഷകൾ ഇനിയും മങ്ങിയിട്ടില്ല എന്ന ഓർമ്മപ്പെടുത്തലുകളുണ്ട്. വെളിച്ചം ഇനിയും നമ്മുടെ ജീവിതത്തിൽ കൂടെയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തലുണ്ട്. ഏറ്റവും സുന്ദരമായ ഒരു ദിനത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണിത്. ഒരു ബലവാനായ വ്യക്തിയുടെ ജനനത്തേക്കാൾ കൂടുതൽ ഭൂമിയിൽ ബലമില്ലാത്തവർക്ക് പ്രതീക്ഷ നൽകുന്ന ഏറ്റവും സുന്ദരമായ അടയാളമായി അത് മാറുകയാണ്. ശക്തനായൊരു വ്യക്തിയുടെ ജനനത്തെക്കുറിച്ചല്ല, ഒരു പുതിയ മനസ്സാക്ഷിയുടെ ജനനമായിട്ടാണ് ഈ ക്രിസ്മസ് നമ്മളിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. അധികാരത്തിൻ്റെയോ അഹങ്കാരത്തിൻ്റെയോ ചിന്തകളിലേക്കല്ല, എല്ലാം വിട്ടുകൊടുക്കുന്ന സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തിൻ്റെ പൂർത്തീകരണം ഈ ക്രിസ്മസിൽ വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. ഒരിക്കൽ കൂടി നമ്മളെക്കുറിച്ചൊരു ബോധ്യങ്ങൾ ഉണ്ടാവുവാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഒരു പുതിയ പ്രതീക്ഷയുടെ, ഒരു പുതിയ ജനനത്തിൻ്റെ, പുതിയൊരു സാഹോദര്യത്തിൻ്റെ, പുതിയൊരു വെളിച്ചത്തിൻ്റെ, പുതിയ തുറവിയുടെ നന്ദി കുറിക്കലായിട്ടാണ് ക്രിസ്മസ് രൂപപ്പെടുന്നത്. ഒരു കുടുംബം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നൊരിടമായി ഒരു പുൽത്തൊഴുത്ത് നാം കണ്ടുമുട്ടുന്നുണ്ട്. ഇതൊരു ആത്മീയമായ ഉണർവിൻ്റെ, പങ്കാളിത്തത്തിൻ്റെ, പങ്കുചേരലിൻ്റെ, പങ്കുവെക്കലിൻ്റെ ഇടം കൂടിയായി രൂപപ്പെടുകയല്ലേ. തടസ്സങ്ങളില്ലാത്ത, മതിൽക്കെട്ടുകളില്ലാത്ത ഒരു വിശാലതയുടെ അനുഗ്രഹ സ്രോതസ്സായി ക്രിസ്മസ് രൂപപ്പെടുന്നുണ്ട്. നാം എല്ലാവർക്കും എത്രത്തോളം ആത്മാർത്ഥതയോടാവാം ഈ ക്രിസ്മസിൻ്റെ ദിനങ്ങൾ ആശംസകൾ നേരുന്നത്. എന്നാൽ സ്വയമൊന്ന് നമ്മളിലേക്ക് തന്നെ ഒരു നിശബ്ദതയോട് ചിന്തിക്കേണ്ട അനിവാര്യത കൂടിയുണ്ട്. നമ്മളിൽ വീണ്ടും ക്രിസ്തു ജനിക്കുന്നുണ്ടോ? ഓരോ ക്രിസ്മസും നമ്മളിൽ വീണ്ടും ക്രിസ്തു ആഴപ്പെടുന്നുവെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാവട്ടെ. ക്രിസ്തുവില്ലാതെ പോകുന്നതാണ് നമ്മളിൽ നന്മകളില്ലാതെ പോകുന്നതിൻ്റെ കാരണവും, വെളിച്ചം നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാന കാരണവും, പലപ്പോഴും നമ്മുടെ ചിന്തകൾക്ക് വെളിവില്ലാതെ പോകുന്നതും മറ്റുള്ളവരെ മനസ്സിലാക്കാതെ പോകുന്നതുമൊക്കെ അതിൻ്റെ തന്നെ കാരണമല്ലേ. ഇനി ഒരു പ്രതീക്ഷയുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്, തുറവിയുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്, ജീവിക്കാൻ കാരണമുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്, നന്മകൾ തീർന്നു പോയിട്ടില്ല എന്ന് പഠിപ്പിക്കുകയാണ്, സൗഹൃദങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് പഠിപ്പിക്കുകയാണ്, കരം കൊടുക്കുവാനും കരം ചേർത്ത് പിടിക്കുവാനും കാരണമുണ്ടെന്ന് പഠിപ്പിക്കുകയാണ്. ആരും അന്യരല്ല, എല്ലാവരും സ്വന്തമാണ്, ശ്രേഷ്ഠതയുള്ളവരാണെന്ന് പഠിപ്പിക്കുകയാണ്. അകൽച്ചകളില്ലാത്ത അടുപ്പത്തിൻ്റെ പേരായി ക്രിസ്മസ് മാറുന്നുണ്ട്. ഒരിക്കൽ കൂടി നമുക്ക് ചിന്തിക്കാം, നാം തന്നെയല്ലേ ഈ ക്രിസ്മസ്? നമ്മളിൽ ക്രിസ്തു ഉണ്ടെന്ന് തോന്നുമ്പോൾ ധൈര്യത്തോടെ പറയാം ഹാപ്പി ക്രിസ്മസ്. സ്നേഹം നമ്മളിൽ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പറയാം ഹാപ്പി ക്രിസ്മസ്. ക്ഷമിക്കുവാനും പൊറുക്കുവാനും മനസ്സും മനസ്സാക്ഷിയും ഇനിയും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ പറയാം ഹാപ്പി ക്രിസ്മസ്. അവരെന്നെ സ്നേഹിതനായി കാണുവാനും ചേർത്ത് നിർത്തുവാനും സാധിക്കുന്ന മനോഭാവങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറയാം ഹാപ്പി ക്രിസ്മസ്. ഇനിയും വിട്ടുകൊടുക്കുവാനും അതുപോലെ തന്നെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുവാനുള്ള മനസ്സുമുണ്ടെങ്കിൽ നമുക്ക് പറയാം ഹാപ്പി ക്രിസ്മസ്. തെളിഞ്ഞു നിൽക്കുന്ന ദീപം നമ്മൾ തന്നെയാവട്ടെ, ഒരുക്കി വച്ചിരിക്കുന്ന പുൽക്കൂട് നമ്മൾ തന്നെയാവട്ടെ, കത്തി നിൽക്കുന്ന നക്ഷത്രം നമ്മൾ തന്നെയാവട്ടെ. ഇനി പാതിരായ്ക്ക് പാടുന്ന പാട്ടുകളും നമ്മുടെ ഭവനങ്ങളിൽ എത്തുന്ന സാന്താക്ലോസും അതുപോലെ തന്നെ നാം പകരുന്ന മധുരവുമെല്ലാം നമ്മൾ തന്നെയാവട്ടെ. കാപട്യമില്ലാത്ത ജീവിതത്തിൽ നിന്ന് കാരുണ്യവാനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഒന്നുകൂടി ആഴത്തിൽ തിരിച്ചറിയുമ്പോൾ ധൈര്യമായിട്ട് നമുക്ക് പറയാം ഹാപ്പി ക്രിസ്മസ്. എന്നിൽ ക്രിസ്തുവുണ്ട്, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നുണ്ട്. അതിൻ്റെ സാന്നിധ്യമാണ് സന്തോഷമായി, സൗഹൃദമായി, സഹകരണമായി, പങ്കുവെക്കലായി രൂപപ്പെടുന്നത്. ഈ ക്രിസ്മസിൻ്റെ നന്മ, അതിൻ്റെ എല്ലാ ഭാവുകങ്ങളും കൂടെ ഉണ്ടാവട്ടെ. ക്രിസ്തുവിൻ്റെ ചൈതന്യം അത് പങ്കുവെക്കലിൻ്റെ ചൈതന്യമായി രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുണ്യദിനത്തിൻ്റെ ഭാവുകങ്ങളും പ്രാർത്ഥനകളും നിറഞ്ഞ മനസ്സോടെ ആമീൻ.